ഒരാൾക്ക് 4 ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ കൊടുത്താൽ അയാളുടെ ദുനിയാവും ആഖിറവും സമ്പന്നമായി. തിരക്കില്ലാത്ത ആളുകളൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. ഏതാണ് ആ 4 ഗുണങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ ഗുണം ഖൽബുൻ ശാക്കിർ, ഖൽബൻ ശാക്കിറാ, നല്ല ശുക്ർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ ദുനിയാവ് സമ്പന്നമാണ്, അവരുടെ ആഖിറവും സമ്പന്നമാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാൻ എത്തിയല്ലോ. ഈ റമദാനിന്റെ ഒന്നാമത്തെ 10 ദിവസങ്ങളിൽ അതിന്റെ നേർപകുതിയും നമ്മളോട് വിട പറഞ്ഞല്ലോ. കഴിഞ്ഞ റമദാനിൽ കൂടെ ഉണ്ടായ പലരും ഈ റമദാൻ വന്നപ്പോൾ കൂടെയില്ലല്ലോ. പലരും പള്ളിപ്പറമ്പിലെ മൈലാഞ്ചി ചെടിയുടെ അടിയിൽ പെട്ടുപോയല്ലോ. ഖബറകത്ത് എത്തിച്ചേർന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കാത്ത വലിയൊരു അനുഗ്രഹം പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പരിശുദ്ധ റമദാനിനെ ഒരിക്കൽ കൂടി നമുക്ക് നൽകിയല്ലോ. ഈ റമദാൻ നൽകി എന്ന വലിയ നിഅമത്തിന് നല്ലോണം അമൽ ചെയ്ത് ശുക്ർ ചെയ്യാൻ താല്പര്യമുള്ള, ഉത്സാഹമുള്ള, ജിജ്ഞാസയുള്ള, ആഗ്രഹമുള്ള, സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രിയമുള്ള ഖൽബുണ്ടോ, ഹൃദയമുണ്ടോ? നമ്മുടെ ദുനിയാവ് വിജയിച്ചു പോയി, നമ്മുടെ ആഖിറവും വിജയിച്ചു പോയി. പറയുന്നതാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശുക്റുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തേത് ഏതാണ് അനുഗ്രഹമെന്നറിയുമോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലിസാനൻ ദാക്കിറാ, ദിക്ർ ഏത് സമയത്തും ചൊല്ലാൻ കഴിയുന്ന നാവാണ്. ഒരാൾ മുത്തു റസൂലുള്ളാഹിന്റെ സവിധത്തിൽ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, അയ്യുസ്സായിദീന അജ്റാ, കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നോമ്പുകാരനാരാണ് നബിയേ? ലോകത്തിന്റെ നേതാവ് ആ ചോദ്യകർത്താവിന് കൊടുത്ത മറുപടി, അക്സറുഹും ദിക്റൻ ലില്ലാഹ്, നോമ്പെടുത്ത മുഅ്മിനീങ്ങളിൽ അല്ലാഹുവിന്റെ കൂടുതൽ ദിക്ർ ചൊല്ലുന്ന നോമ്പുകാരനാരോ ആ നോമ്പുകാരനാണ് നോമ്പുകാരെ കൂട്ടത്തിൽ കൂടുതൽ പ്രതിഫലം പടച്ചറപ്പ് കൊടുക്കുന്നത് കേട്ടോ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴ സമയത്ത് എഴുന്നേറ്റാൽ നേരെ അത്താഴം കഴിച്ചിട്ട് പെട്ടെന്ന് സുബഹിന്റെ മുമ്പ് ഒരു 20 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്, ഉറങ്ങിക്കളയട്ടെ എന്ന് ചിന്തിക്കരുത്. മറിച്ച് ആ സമയത്ത് മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പരിശുദ്ധ ഖുർആൻ സ്വർഗ്ഗക്കാരാണെന്ന് പ്രശംസിച്ചവരുടെ സ്വഭാവം ഏതാണ്? അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. അത്താഴ സമയത്ത് സുബ്ഹാനല്ലാഹ് കൊടുക്കുന്നതിന്റെ മുമ്പ് വീട്ടിൽ അതെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ തസ്ബീഹ് മാലകൾ? ഒരുപാട് പണം കൊടുത്ത് കൗണ്ടറുകൾ വാങ്ങി വെച്ചിട്ടില്ലേ? അത് അലങ്കാരത്തിനുള്ളതല്ല. അത്താഴ സമയത്ത് ആ തസ്ബീഹ് എടുത്ത് 100 ഇസ്തിഗ്ഫാർ ചൊല്ലാനുള്ളതാണ്. നോമ്പുകാരിൽ ധാരാളം ദിക്ർ ചൊല്ലുന്നവരാരോ അവർക്ക് വണ്ണമായ പ്രതിഫലം നോമ്പുകാരെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ പഠിച്ചിട്ടുണ്ട്. ഭക്ഷണം മുന്നിൽ കാണുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ പഠിച്ചിട്ടുണ്ട്. ഭക്ഷണം അതെ കഴിക്കുമ്പോൾ മാത്രം പോരാ ദിക്ർ, കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാ മാത്രം പോരാ. അല്ലാഹുമ്മ ബാരിക് ലീ ഫീമാ
ബിമാ റസഖ്തനി വഖിനി അദാബന്നാർ. മഹാന്മാരെ മുമ്പിൽ നല്ല നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ എത്തിയാൽ അവര് പരലോകം ചിന്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മുടെ നോമ്പുതുറയിൽ എത്ര വിഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം എണ്ണക്കടികളുണ്ട്, ധാരാളം ഫ്രൂട്ട്സുകളുണ്ട്. എന്നാൽ നമ്മുടെ ഫലസ്തീനിലെ ഗസയിലെ പ്രിയപ്പെട്ട നോമ്പുകാരാകുന്ന നമ്മുടെ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സഹോദരീ സഹോദരന്മാർ, അവർക്കതാ നോമ്പെടുക്കാൻ അത്താഴത്തിനൊരു മുറുക്ക് വെള്ളം കിട്ടുന്നില്ല. നോമ്പു തുറക്കുന്ന സമയത്ത് വിശപ്പടക്കാൻ ഒരു പിടി ഭക്ഷണം ലഭിക്കുന്നില്ല. ലോകത്തുള്ള എല്ലാ ആശ്രയങ്ങളും അവർക്ക് അവസാനിച്ചിരിക്കുകയാണ്. മനുഷ്യത്വം മരവിച്ചിരിക്കുന്ന ക്രൂരന്മാരാകുന്ന ഭരണാധികാരികൾ അതാ ഫലസ്തീനിലേക്ക് പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് കൊണ്ടുപോകുന്ന അന്നപാനീയങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. കേരളമാകുന്ന ഖൈറുല്ലയിൽ, അതേ ദുനിയാവിലെ സ്വർഗമാകുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ അല്ലാഹുവിന്റെ വജീഹിന് വേണ്ടി നോമ്പെടുക്കുമ്പോൾ അത്താഴ സമയത്ത് മനസ്സിൽ വരേണ്ട ഒരു ചിന്തയാണ്, പാവപ്പെട്ട ഫലസ്തീനുകാർക്ക് ഇത് കിട്ടുന്നില്ലല്ലോ. നോമ്പ് തുറക്കുമ്പോൾ അനാവശ്യത്തിന്, അതേ ആർഭാടത്തിന് വേണ്ടി പലഹാരം കൊണ്ടുപോയി വെക്കണ്ട, അമിതമായി ഭക്ഷണം വേണ്ട. ഇഫ്താറിന് ഒരു ചൊളയിട്ടപ്പടം കിട്ടാതെ വിഷമിക്കുന്നവർ ഇന്ന് ഗസയുടെ തെരുവിലുണ്ടല്ലോ. ശത്രുക്കൾ ബോംബറിഞ്ഞ് നഷ്ടപ്പെടുത്തിയ, തകർത്തുകളഞ്ഞ വീട്ടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ചെറിയ കൂര കെട്ടിയിട്ട് താമസിക്കുമ്പോ പിഞ്ചോമന പൈതങ്ങൾ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് നിലവിളിക്കുമ്പോ ആ മക്കൾക്ക് പൂർവികരുടെ ചരിത്രത്തിൽ നമ്മൾ കേട്ടതുപോലെ അടുപ്പത്ത് പാത്രം വെച്ച് ആ പാത്രത്തിൽ ഒരു കയ്യിൽ വെച്ച് ഇളക്കിയിട്ട് ശബ്ദമുണ്ടാക്കിയിട്ട് മക്കളെ ഉറക്കുന്നു ഫലസ്തീനിലെ ഉമ്മമാർ. സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ നാവ് അടക്കി വെക്കാതെ ചൊല്ലിയാൽ റബ്ബ് നമുക്ക് ചെയ്ത നിഅമത്തുകൾക്ക് ശുക്റാവുകയില്ല. വലിസാനൻ ദാകിറാ, ദിക്ർ ചൊല്ലാൻ കഴിയുന്ന നാവ് അല്ലാഹു ഒരാൾക്ക് കൊടുത്താൽ അയാളുടെ ദുനിയാവും ആഖിറവും വിജയിച്ചിരിക്കുന്നു. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ പ്രത്യേകിച്ച് നോമ്പുകാലത്ത് ദിക്ർ വേണമെന്നാണ്, മിണ്ടാതിരിക്കലല്ല. നോമ്പുകാരന്റെ മൗനവും ദിക്റാണെന്ന് ഹദീസിലുണ്ട്. ആ ഹദീസ് മാത്രം ഇജ്തിമാദ് ചെയ്ത് നമ്മള് ആ രൂപത്തിലാണ് നമ്മുടെ ജീവിതം. അതുപോലെ കുറച്ച് സാഹസപ്പെടണം. എന്തിനാ നോമ്പ് അല്ലാഹു നമുക്ക് നൽകിയത്? കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ താല്പര്യമുണ്ടാവാൻ. നമ്മൾ നോമ്പുകാരായിരിക്കുമ്പോ ഉള്ള ഇബാദത്തുകളിൽ നിന്ന് കുറവ് സംഭവിക്കുന്ന അവസ്ഥ, അത് നോമ്പുകാർക്ക് ഭൂഷണമല്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ നിസ്കരിക്കാൻ, കൂടുതൽ ഖുർആൻ ഓതാൻ, റമദാൻ അല്ലാത്ത കാലങ്ങളിൽ ചൊല്ലുന്ന ദിക്റുകളിൽ നിന്ന് കൂടുതൽ ദിക്ർ വർദ്ധിപ്പിക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. 4 ഗുണങ്ങൾ ഒരാൾക്ക് അല്ലാഹു ദുനിയാവിൽ കൊടുത്താൽ അയാളുടെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നതാണ്. 2 പറഞ്ഞു. ഒന്നാമത്തേത് ഖൽബൻ ശാകിറാ, ശുക്റുള്ള ഹൃദയം. രണ്ടാമത്തേത് ലിസാനൻ ദാകിറാ, ദിക്ർ ചൊല്ലുന്ന നാവ്. മൂന്നാമത്തേത് വബദനൻ സ്വാബിറാ, ജീവിതത്തിൽ ഉണ്ടാകുന്ന മുസീബത്തുകളിൽ ക്ഷമിക്കുന്ന ഒരു ശരീരം. അത് വലിയ സമ്പത്താണ്. ക്ഷമിക്കാൻ പാകപ്പെട്ട ശരീരം. വേദനയുണ്ട്, കടച്ചിലുണ്ട്, തരിപ്പുണ്ട്, തറാവീഹ് നിസ്കാരത്തിന് പോകുന്നില്ല എന്ന് തീരുമാനിക്കരുത്. എത്ര ക്ഷീണമുണ്ടെങ്കിലും, എത്ര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ 2025 റമദാനിലെ ഒരൊറ്റ രാത്രിയിലും തറാവീഹ് ഞാൻ മുടക്കൂല എന്ന ധീരമായ
എടുക്കാൻ കഴിയുന്നവരാരോ 20 റക്അത്ത് തറാവീഹ് പതിവാക്കി നിസ്കരിക്കാൻ പാകപ്പെടുത്തിയ ശരീരം ആർക്കാണുള്ളത്? അവരെ ദുനിയാവും ആഖിറവും സമ്പന്നമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 20 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് ക്ഷീണം. സുബ്ഹാനല്ലാഹ് 300 റക്അത്ത് എല്ലാ രാത്രിയിലും മുടങ്ങാതെ നിസ്കരിച്ച മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. രാത്രിയിൽ മുഴുവനും സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച മഹാന്മാരല്ലേ കഴിഞ്ഞുപോയത്. അൽഹംദുലില്ലാഹ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വാക്താക്കളാകുന്ന നമ്മൾ എത്ര അനുഗ്രഹീതരാണ്. നമ്മൾ ജനിച്ചു വീണ അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് തറാവീഹ് 20 റക്അത്താണ്. സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ വർഷം അതുപോലെ മുമ്പത്തെ കൊല്ലമൊക്കെ തറാവീഹ് 8 റക്അത്താണെന്ന് പറഞ്ഞവര്, അതിനുവേണ്ടി സംവാദത്തിന് വെല്ലുവിളിച്ചവര്, വാഗ്ദാനം കൊണ്ട് അതാ കവലകളെ മലിനപ്പെടുത്തിയ വിദേഹത്തിന്റെ കക്ഷികള്. ഓ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് 2025 വന്നപ്പോൾ അവർക്ക് തറാവീഹ് 20 റക്അത്താണ് എന്ന് പറയേണ്ടി വന്നു. കഴിഞ്ഞുപോയ കാലങ്ങളിൽ 8 റക്അത്തേ തറാവീഹ് ഉള്ളൂ എന്ന് അവര് പറഞ്ഞ് പറ്റിച്ച മുഅ്മിനീങ്ങൾ പലരും മരിച്ചുപോയിട്ടില്ലേ? ആ മുഅ്മിനീങ്ങൾ ആഖിറത്തിലെത്തുമ്പോൾ റമളാനിന്റെ പവിത്രമായ സുന്നത്താകുന്ന തറാവീഹ് ഇവര് കാരണമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ അവര് പറയുമ്പോൾ പരാജയമല്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ മരിക്കുവോളം ജീവിക്കാനും ഈ അഖീദയിൽ തന്നെ നിന്ന് മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് അന്നും ഇന്നും എന്നും തറാവീഹ് 20 ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഇമാമത്ത് നിർത്തി മദീനത്തെ പള്ളിയിൽ ഒരൊറ്റ ജമാഅത്ത് ഒരൊറ്റ ഇമാമിന്റെ നേതൃത്വത്തിൽ തറാവീഹ് നിസ്കാരം നടത്തിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത്. അന്ന് 20 റക്അത്താണ് നിസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനത്തെ പള്ളിയിൽ ചെറുസംഘങ്ങളായി തറാവീഹ് നിസ്കരിച്ചപ്പോൾ അന്നും 20 ആണ് നിസ്കരിച്ചത്. നമ്മുടെ മസ്ജിദിലെ പള്ളിയിലും 20 ആണ് നിസ്കരിച്ചത്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളിലും 20 റക്അത്താണ് തറാവീഹ്. ഒരാൾക്ക് രോഗിയാണ്, അയാൾ 2 റക്അത്ത് നിസ്കരിച്ച് തറാവീഹിൽ നിന്ന് അയാൾക്ക് അതിന്റെ സുന്നത്ത് കിട്ടും. പക്ഷേ തറാവീഹ് 8 ആണ് അല്ലെങ്കിൽ 2 ആണ് 11 ആണെന്ന് വാദിക്കുന്നത് ഇസ്ലാമിനോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്, അക്രമമാണ്, തെറ്റാണ്, പാപമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ അനുഗ്രഹം, എല്ലാ പ്രയാസങ്ങളും ഉണ്ടായാലും നല്ല ക്ഷമാപൂർവം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ശരീരമാണ്. തറാവീഹിൽ ക്ഷീണം കാണുന്നില്ല, ഖുർആനോത്തിൽ ഉറക്കം കാണുന്നില്ല, അതേ സ്വതക്ക കൊടുക്കുന്ന വിഷയത്തിൽ പിശുക്ക് കാണുന്നില്ല. ശരീരം അവന് അതാ ഇബാദത്തിന് വേണ്ടി വഴിപ്പെടുത്തിയിരിക്കുന്നു. അയാളെ സമ്പന്നനാണ് മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ ഖൈറ്, നാലാമത്തെ ഗുണം വസൗജത്തുൻ സ്വാലിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുന്നുണ്ട്, സ്വാലിഹത്തായ ഭാര്യയെ ഒരാൾക്ക് ലഭിച്ചാൽ ലാ തദ്ബീഹുഹു, അതാ തങ്ങൾ പറയുന്നു വഫീ മാലിഹി, സ്വന്തം ശരീരത്തിൽ ആ പെണ്ണ് അക്രമം ചെയ്യൂല. ഭർത്താവിന്റെ സമ്പത്ത് ആ സമ്പത്തിന് പോറലേൽപ്പിക്കൂല. ഭർത്താവിനോട് കൂടെ ജീവിക്കുന്ന കാലം മുഴുവനും ചാരിത്ര ശുദ്ധി സൂക്ഷിക്കുന്ന പെണ്ണ്, അതുപോലെ ഭർത്താവിന്റെ സമ്പത്ത് ആവശ്യമില്ലാതെ ദുർവ്യയം ചെയ്യാത്ത പെണ്ണ്. സുബ്ഹാനല്ലാഹ്. ഇതിപ്പോ പെരുന്നാളൊക്കെ വരുമ്പോ എനിക്ക് 1 കോടി പോരാ, എനിക്ക് 4 ജോഡി വസ്ത്രം വേണം. ഇതങ്ങോട്ട് ആദ്യം തന്നെ റമദാൻ ആകുന്ന തുടക്കത്തിൽ തന്നെ ഭർത്താവിനോട് ഡിമാൻഡ് പറയുന്ന ഉമ്മമാണ്. നല്ല സ്വാലിഹത്തായ ഭാര്യ ആർക്കാണ് ലഭിക്കുന്നത്? അവരെ ദുനിയാവും ആഖിറവും സമ്പന്നമാണ് കേട്ടോ. സയ്യിദുനാ മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ഈ 4 ഗുണങ്ങളും ജീവിതത്തിൽ നമുക്കൊക്കെ കനിഞ്ഞു തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇന്നത്തെ ജുമഅക്ക് ശേഷമുള്ള നസീഹത്ത് അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപക്ഷെ ഈ റമദാൻ അവസാനത്തെ റമദാനായിരിക്കും. നമ്മുടെ ആത്മസുഹൃത്ത് മസ്ഊദ് സഖാഫി ഉസ്താദ് പരിശുദ്ധ റമദാനായാൽ റമദാൻ പ്രഭാഷണ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിരുന്നു. ഇന്ന് സിറാജ് പത്രത്തിൽ പ്രഭാഷകരുടെ ഓർമ്മക്കുറിപ്പുകൾ എല്ലാ ആഴ്ചകളിലും എഴുതുന്നുണ്ട്. ഞാൻ ഒരു പ്രഭാഷകന്റെ ഓർമ്മക്കുറിപ്പ് കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് മസ്ഊദ് സഖാഫിയായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ വലിയ വേദികളിൽ മുഅ്മിനീങ്ങൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയ നല്ലൊരു ഭാഗ്യശാലിയായ പ്രതിഭ പണ്ഡിതൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ എന്ന ദുആയിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. വബല്ലിഗ്നാ റമദാൻ എന്ന പ്രാർത്ഥന നമ്മളോടൊപ്പം പ്രാർത്ഥിച്ച ഉസ്താദായിരുന്നു. പക്ഷേ റമദാൻ വരുന്നതിന്റെ 10 ദിവസങ്ങൾക്ക് മുന്നേ അല്ലാഹു കൊണ്ടുപോയി. കാര്യമായ രോഗങ്ങളൊന്നുമില്ല. അല്ലാഹു നിശ്ചയിച്ച സമയമെത്തിയപ്പോൾ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യേണ്ടി വന്നു. നമുക്കും ഒരുപക്ഷേ ഈ റമദാൻ പൂർണ്ണമാകുമോ എന്നറിയില്ല. അടുത്ത റമദാൻ ആകുന്നത് വരെ ആയുസ്സുണ്ടാകുമോ എന്നറിയില്ല. ഒരുപക്ഷേ ജീവിതത്തിലെ അവസാനത്തെ റമദാനാവാം. അതുകൊണ്ട് നാവിലപ്പെടും ദിക്റുണ്ടാകണം ഈ റമദാനിൽ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ച മാസമല്ലേ ശഹ്റു റമദാൻ. റമദാൻ ഖുർആനിന്റെ വാർഷികമാണ്. ഓരോ ദിവസം ഒരു ജുസ് എങ്കിലും പാരായണം ചെയ്ത് ഈ റമദാനിന്റെ പവിത്രത നമ്മൾ സൂക്ഷിക്കണം. റമദാൻ വിട പറയുമ്പോൾ ഒരു ഖത്മുൽ ഖുർആൻ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഖൈറുകൾ, ആ ഖൈറുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഈ റമദാനിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ കാലത്തെ കാലം മുന്തിച്ച് കയറുക. പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഈത്തിക്കാവ് കയറുക. ഒരാൾ നിസ്കരിക്കുമാണ് പഠിച്ചോനെ ഈത്തിക്കാവ് കരുതിയില്ലല്ലോ ഓർമ്മ വന്നു. അയാളുടെ മനസ്സിൽ ഞാൻ ഈത്തിക്കാവിലാണ് കരുതിയത്. നാം കൊണ്ട് പറഞ്ഞൊന്നുമില്ല. നിസ്കാരത്തിൽ തന്നെ മനസ്സിൽ ഞാൻ ഈത്തിക്കാവിലാണ് കരുതുക. എന്നാൽ ഈത്തിക്കാവ് കിട്ടി. ഇപ്പൊ എല്ലാവരും പള്ളിയിൽ പുറത്തോട്ട് പോകും. ആദ്യം അടുത്ത കാലം മുന്തിക്കണം. നമ്മളെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്താൽ ഇത് പഠിച്ചല്ലോ, എത്ര ആൾക്കാരെ കാലാണ് മുമ്പോട്ട് ഇടത്തെ കാലം പോവാന്നുള്ളത് പരിശോധിച്ചാൽ 100 ആളുണ്ടെങ്കിൽ അതില് പകുതിയിലെ ആൾക്കാരും വ്യത്യസ്തമായിരിക്കും. അതെന്തുകൊണ്ടാണ്? പിശാച് നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം ഉറപ്പിച്ചത് കൊണ്ടാണ്. മനസ്സിലായില്ല? റമദാനില് പിശാചിനെ തങ്ങളിൽ കിട്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നന്മ ചെയ്യാൻ കഴിയാതിരിക്കുന്നത്? അത് ഈ 11 മാസം ഇയാൾ നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ്. സൈഡ് എഫക്റ്റ് അത് പിന്നെ അങ്ങനെ തന്നെയാണ്. അങ്ങനല്ലേ? ഒരാൾ 11 മാസം ഒരു സംഭവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അതേപോലെ വരുള്ളൂ. അപ്പൊ മറ്റാളുടെ സൈഡ് എഫക്റ്റ് ആണ്. അയാൾ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, എന്നാൽ ഒന്ന് മനസ്സ് വെച്ചാൽ, ഒന്ന് ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന മാസം, പിശാചിന്റെ ദുർബോധനമില്ലാത്ത മാസമാണ് ശഹ്റു റമദാൻ. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോ ആദ്യം ഇടത്തെ കാല് വെക്കുകയും അല്ലാഹു മുഫ്തഹി ലി അബ്വാബ ഫളിക് എന്ന് ദുആക്കുകയും ചെയ്യണം. പടച്ചോനെ എന്റെ ഫള് എനിക്ക് തരണേ. അല്ലാഹുവിന്റെ ഔദാര്യം ഇല്ലെങ്കിൽ എന്തോ നടക്കുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ പൾസ് ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് നോക്കുങ്ങള്. ആ ഹൃദയത്തിന്റെ മിടിപ്പ് ഒരു മിനിറ്റ് അങ്ങ് നിശ്ചലിച്ചു പോയാൽ പിന്നെ എന്ത് അഹങ്കാരം ഉണ്ടായിട്ട് എന്ത് കാര്യ? വലിയ ധനാഢ്യനായിട്ട് എന്ത് കാര്യമാണ്? ലക്ഷങ്ങൾ കൊടുത്താൽ, കോടികൾ മുടക്കിയാൽ ആ പൾസ് വീണ്ടെടുക്കാൻ കഴിയുമോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഫള് ചോദിച്ച് പള്ളിയിൽ പറഞ്ഞ
ചെരുപ്പ് ധരിക്കുമ്പോ ആദ്യം വലത്തെ കാല് ചെരുപ്പ് ധരിക്കുക. ശ്രദ്ധിച്ചാൽ നടക്കുന്ന മാസമാണ് റമദാൻ. സൈഡ് എഫക്ട് കൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആദ്യം ഇടത്തെ കാലിലേക്ക്, ചെരുപ്പ് ഊരുമ്പോ ആദ്യം ഇടത്തെ കാലിന് ഊരുക. ഇങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും റമദാനിൽ മുമ്പിൽ ഭക്ഷണത്തിൽ ഈത്തപ്പഴാണുണ്ട്. ആദ്യം ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കൽ സുന്നത്ത്. പിന്നെ അല്പം വെള്ളം കുടിക്കണം, അതാണ് സുന്നത്ത്. പച്ചവെള്ളം, ഈത്തപ്പഴവും പച്ചവെള്ളവും കുടിക്കുക. നോമ്പ് തുറക്കുമ്പോ ആദ്യം ഈത്തപ്പഴം കൊണ്ട് കൊടുക്കുക. കുലു തിന്ന് ആദ്യം, വഷ്റബു പിന്നെ വെള്ളം കുടിക്കുക. അങ്ങനെ നോമ്പ് തുറക്കണം. സുബ്ഹാനല്ലാഹ്. പിന്നെ മുന്നിൽ കാണുന്ന വിഭവങ്ങൾ എന്താണെന്ന് നോക്കുക. സുബ്ഹാനല്ലാഹ്. ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകരുത്. നോമ്പ് തുറയുടെ സമയത്ത് സുപ്രയുടെ മുന്നിലെത്തുമ്പോ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പാലിക്കുക. തങ്ങള് ഈ കാണുന്ന ഭക്ഷണത്തിൽ നിന്ന് തങ്ങൾ ഇഷ്ടപ്പെട്ട് തങ്ങൾ ഭക്ഷിച്ച ഭക്ഷണം ഏതാണ്? ഫ്രൂട്ടിൽ നിന്ന് തങ്ങൾ കഴിച്ചത്. അവിടെ ബിത്തീഹ് ഉണ്ടെങ്കിൽ ആ ബിത്തീഹ് എടുക്കുക. എനിക്ക് വത്തക്ക കച്ചവടക്കാരും കമ്മീഷൻ തന്നെ പറഞ്ഞതല്ല. സുബ്ഹാനല്ലാഹ്. അരിഭക്ഷണം അത് തിന്നുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട്. സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹ്. അരി ഭക്ഷിച്ചത് പടക്കപ്പെട്ടത് അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറിൽ നിന്നാണ്. അന്നം അരി തിന്നുമ്പോ നമ്മൾ തങ്ങളുടെ പേരിൽ സ്വലാത്തില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കഴിവിന്റെ പരമാവധി നോമ്പ് തുറക്കാൻ പോകുമ്പോ കോവിഡിന്റെ സമയത്ത് മാത്രമല്ല 2 കൈയും 3 തവണ സോപ്പിട്ട് കഴുകേണ്ടത്. അത് മുഅ്മിനിന്റെ ജീവിതത്തിലുടനീളം തങ്ങളെ സുന്നത്താണ്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ 2 കൈയും കഴുകൽ സുന്നത്താണ്. നമ്മള് ഒരു കൈ കഴുകൂല, ഒരു കൈ നനയ്ക്കും. അതല്ല, കഴുകണം. മുഅ്മിനീങ്ങൾക്ക് ഏറെ വൃത്തി വേറൊരാൾക്ക് ഉണ്ടാവേണ്ടതില്ല. നമ്മളാണ് ലോകത്തിന് വൃത്തി പഠിപ്പിക്കേണ്ടത്. മുസ്ലിമീങ്ങളാണ് ലോകത്തിന് വൃത്തിയും വെടുപ്പും നടത്തിയിട്ട് മാതൃകയാകേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 2 കൈയും 3 തവണ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സുന്നത്താണ്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുക. തറാവീഹ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെയൊക്കെ വേഷവിധാനങ്ങൾ അൽഹംദുലില്ലാഹ് മാന്യമായ വേഷമുള്ള ആളുകളാണ്. ഇതേപോലെയാകണം ലോകത്തുള്ള യുവാക്കൾ. പള്ളിയിൽ പോകുമ്പോ അവിടെ റൊണാൾഡോ, അതേപോലെ വേറെ ആരൊക്കെയോ, ഞാൻ അയാളെ വരച്ചൊന്നല്ല, നാവിൽ വന്നപ്പോ പറഞ്ഞു മാത്രം. സുബ്ഹാനല്ലാഹ്, മൂപ്പരാളാണ്. അങ്ങനെ അവർക്ക് പള്ളിയില് സ്വപ്പിൽ അണിനിരക്കുമ്പോ പിന്നിലുള്ള ആളുകൾക്ക് ശല്യാവരുത്. നമ്മളുടെ വേഷവിധാനങ്ങൾ തങ്ങൾ അതാ നിസ്കരിക്കുമ്പോൾ ആയിഷ ഉമ്മയുടെ വീട്ടിന്റെ ചുമരിൽ ഒരു വിരി, അതാ ഒരു വിരിപ്പ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്. തങ്ങളുടെ നിസ്കാരത്തിൽ ആ വിരിപ്പിന്റെ ആ ഡിസൈനിലേക്ക് ശ്രദ്ധ പോയി. തങ്ങൾ പെട്ടെന്ന് വിളിച്ചു ആയിഷ ബീവിയെ, ആയിഷ കൊണ്ടുപോ, ഈ ഡിസൈനുള്ള വിരിപ്പ് തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ വിരിപ്പ് കൊണ്ടുവന്ന് വിരിക്കൂ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മളെ കാർപ്പറ്റിൽ ഡിസൈൻ കാണാത്തത്. നമ്മുടെ ചുമരിന്റെ മുകളിലൊന്നും ഡിസൈൻ അങ്ങനെ കൊടുക്കാത്തത്. അത് മുഅ്മിനീങ്ങൾക്ക് അതിലെ ഇവിടെ നമുക്ക് ഇതില്ലല്ലോ, മാർബിൾ ഇല്ലാത്തത്. ടൈല് വിരിക്കുകയാണെങ്കിൽ മുതലിമികളൊക്കെ അതിൻ്റെ അകത്തേക്ക് നോക്കി നിസ്കരിക്കുമ്പോൾ എന്താവും, തലപ്പാവും മാറും. അതുകൊണ്ട് ഇവിടെ ടൈല് കൊടുക്കാതെ അപ്പോ ഈ വിഷയകമായി കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്തിപ്പെടുന്ന മേഖലയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്ത് തങ്ങളെ കൂടെ ജീവിക്കുക. ഈ റമദാനിൽ നമ്മൾ ശ്രമിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അല്ലേ? റമദാന്റെ പ്രഭാതം മുതൽ ഓരോ ദിവസവും റമദാനിലെ പ്രദോഷം വരെ മഅൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിറഞ്ഞൊരു ജീവിതം അല്ലാഹു സാധ്യമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് പെരുന്നാളിന് മാത്രം പോരാ വൈറ്റ് ഡ്രസ്. മൂപ്പരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര റാഹത്തായി, സന്തോഷമായി. നിങ്ങളുടെ പേരെന്താ? അഷ്റഫ്. അഷ്റഫിന് ലൈക്ക് കൊടുക്കണം. കാരണം അഷ്റഫ് വൈറ്റ് ഷർട്ടാണ് ഇട്ടത്. അപ്പൊ ജുമഅക്കൊക്കെ റമദാനിൽ വരുമ്പോ അടുത്ത വെള്ളിയാഴ്ച സാധിക്കുന്നവര് വൈറ്റ് ഷർട്ടാക്കിയാൽ
അത് തങ്ങളുടെ സുന്നത്താണ്. തങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം കൊളുത്തതായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മുത്താലിമീങ്ങളൊക്കെ കൊളുത്ത വസ്ത്രം, മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം. ഉസ്താദിനാ കോട്ടിട്ടത്, അത് വെള്ളിയാഴ്ച ഖത്തീബിന് അതൊരു സുന്നത്താണ്. അതുകൊണ്ടാണ് അത് ആ കോട്ടിൽ ഏത് കളറാണ്. കാരണം പുതിയ കാലത്ത് അങ്ങനെയാണ്. ന്യൂജൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ അങ്ങനല്ലേ, ബാക്കി 3 അങ്ങോട്ട്, 2 അങ്ങോട്ട് അല്ലേ, അങ്ങനെയാണ്. പുതിയ കാലത്ത് നല്ല നല്ല മാതൃകകളുണ്ട് കേട്ടോ. അതൊക്കെ വലിയ ക്രൂരന്മാരുടെ ദുഷ്പ്രവർത്തനത്തിൽ മങ്ങിപ്പോകുന്നു എന്ന് മാത്രം. നമ്മുടെ ഷഹബാസ് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ, ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. ആ ഷഹബാസിന്റെ വാപ്പ ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ കോഴിക്കോട് ജില്ലയിൽ ആ ഷഹബാസിന്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ബാപ്പാനെ ഏത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നറിയാതെ വിഷമിച്ചു പോയി. നിങ്ങൾ ആലോചിച്ച് 14 വയസ്സുള്ള ഒരു മോനെ നഷ്ടപ്പെടുമ്പോ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവുന്ന സങ്കടം എത്രയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഭൗതികം മാത്രം പഠിപ്പിക്കാൻ അയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ നാളെ ഇനിയും ഇതിനേക്കാൾ അപകടത്തിലേക്കായിരിക്കും പോവുക. നമ്മുടെ മക്കൾക്ക് മതത്തിന്റെ മൂല്യങ്ങൾ കൊടുത്ത് മക്കളെ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തു വളർത്തുക. മതഭൗതിക സമന്വയത്തിന് വലിയ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് വരെ ഏതെങ്കിലും മതകലാലയങ്ങളിൽ നിന്ന്, മത ക്യാമ്പസുകളിൽ നിന്ന് ഇതുപോലെയുള്ള റാഗിങ്ങിന്റെ വർത്തമാനങ്ങൾ, വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ആരാണ് സഹപാഠി? എന്താണ് സുഹൃത്തിനോടുള്ള കടമ? പരിസരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരേ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അതാണ് ദീനി വിജ്ഞാനത്തിനുള്ള പ്രശസ്തി, എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇതുപോലെയുള്ള നല്ല നല്ല ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയച്ച് രക്ഷിതാക്കൾ മതഭൗതിക സമന്വയത്തിൽ പുതിയ കാലത്ത് വിദ്യാർത്ഥികളെ വളർത്താൻ ശ്രമിക്കേണ്ടുന്ന കാലമാണ് ഇത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എല്ലാ അമലുകളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അല്ലാഹു ഈ പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ അല്ലാഹു ഇജാബത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ധാരാളം ആളുകൾ മരിച്ചു പിരിഞ്ഞു പോയത്, എന്റെ വാപ്പയും എന്റെ ഉസ്താദുമാരും അങ്ങനെ പലരും മരണപ്പെട്ടവരുണ്ട്. ഇക്കൂടിയ നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളിൽ, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ സഹായികളിൽ നിന്ന്, സഹകാരികളിൽ നിന്ന് ആരൊക്കെ മരിച്ചു പിരിഞ്ഞു പോയോ അവർക്കൊക്കെ മണ്ണറകൾ റഹ്മാനായ റബ്ബ് മണിയറകളാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളൊക്കെ അല്ലാഹു സ്വർഗ്ഗീയ പൂങ്കാവനമാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. യാ അല്ലാഹ്, നിങ്ങൾ നിർവഹിച്ച എല്ലാ അമലുകളും സ്വീകരിക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. തെറ്റില്ലാത്ത ഒരു ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഈമാൻ, തഖ്വ, ഇഖ്ലാസ്, മഹബ്ബത്ത്, മഅരിഫത്ത് ഏറ്റി തരണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ ആത്മീയമായി വളർത്തണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ മഈശത്തിന്റെ മാർഗങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. രോഗികൾ പലരുമുണ്ട്, കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് അല്ലാഹ്. എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കുമുള്ള ഷുഗർ നോർമലാക്കി തരണേ അല്ലാഹ്. പ്രഷർ നോർമലാക്കണേ അല്ലാഹ്. കൊളസ്ട്രോൾ നോർമലാക്കണേ അല്ലാഹ്. ക്രിയാറ്റിൻ നോർമലാക്കണേ അല്ലാഹ്. എല്ലാ അലർജിയും സുഖപ്പെടുത്തണേ അല്ലാഹ്. ഏത് ശാരീരികവും മാനസികവുമായ അസുഖങ്ങളുള്ളവരുണ്ടോ യാ ഷാഫി യാ അല്ലാഹ്, പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിച്ചു ഞങ്ങളുടെ ഈ ദുആ ഞങ്ങൾക്കെല്ലാം ശിഫയാക്കണേ അല്ലാഹ്. ഈ കൂടിയ ഒരാളുടെ
ആരുടെ ശരീരത്തിലും മരിക്കുവോളം ക്യാൻസർ തരല്ലേ അല്ലാഹ്. ഡയാലിസിസ് ചെയ്യേണ്ട കിഡ്നി രോഗം നൽകല്ലേ അല്ലാഹ്. ഞങ്ങളാരെയും വെന്റിലേറ്ററിൽ കിടത്തല്ലേ അല്ലാഹ്. ഞങ്ങളാരെയും ഐസിയുവിലാക്കല്ലേ അല്ലാഹ്. മരിക്കുവോളം റബ്ബേ ഞങ്ങൾക്ക് ഇബാദത്തിന് തടസ്സമാകുന്ന ദീനീ ഖിദ്മത്തുകൾക്ക് മുടക്കമാകുന്ന ഒരു രോഗവും നൽകരുതേ അല്ലാഹ്. യാ അല്ലാഹ്, പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് വല്ലാത്ത അവസ്ഥയിലാണ്, രോഗശയ്യയിലാണ്. നീ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും ഹുസ്നുൽ ഖാതിമ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കള്ളിന്റെയും കഞ്ചാവിന്റെയും ലഹരിയുടെയും അടിമകളാക്കല്ലേ അല്ലാഹ്. മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നാട് ചെറുത്താന്മാരുടെ നാടായി മാറുകയാണ്, ഭ്രാന്താലയമായി മാറുകയാണ്, കാബാലികരുടെ താവളമായി അതപ്പതിക്കുകയാണ്. ഞങ്ങളെ നാട്ടിൽ സമാധാന അന്തരീക്ഷം നൽകണേ അല്ലാഹ്. എല്ലാ അക്രമങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാടിനെയും നാട്ടുകാരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളെ യുവതലമുറക്ക് നല്ല ദിശാബോധം നൽകാൻ ഭരണാധികാരികൾക്ക് ഈ അവസരം നൽകണേ അല്ലാഹ്. മയക്കുമരുന്ന് നിരോധിക്കാൻ, ലഹരി നിരോധിക്കാൻ ഞങ്ങളുടെ നാട്ടിലെ ഭരണാധികാരികൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർത്തി തരണേ അല്ലാഹ്. ഒരുപാട് റമളാനുകളെ വരവേൽക്കാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് യാ അല്ലാഹ്. അവരുടെ ഖബറുകൾ സ്വർഗീയ തോക്കുകളാക്കണേ അല്ലാഹ്. അവരെ ഖബറിലേക്ക് ഞങ്ങളുടെ ഈ ദുആ ഒരു വെളിച്ചമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും നീ സഹായിക്കണേ തമ്പുരാനെ അല്ലാഹ്. പരിശുദ്ധ റമളാൻ അനുകൂലമായി ഞങ്ങൾക്ക് സാക്ഷി പറയണേ റഹ്മാനേ. ഞങ്ങളുടെ നോമ്പും നിസ്കാരങ്ങളും എല്ലാം നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ സദസ്സിൽ പറഞ്ഞ 4 ഖൈറുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ശുക്റുള്ള ഖൽബ് നൽകണേ അല്ലാഹ്. ദിക്റുള്ള നാവ് നൽകണേ അല്ലാഹ്. പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന നല്ല ശരീരം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. അവസാനം പിരിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ പറഞ്ഞ് സ്വർഗ്ഗം കണ്ട് ഞങ്ങൾ അവസാനം കണ്ണടയ്ക്കുമ്പോൾ ഞങ്ങളെ മുന്നിലെത്തണം. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഖം നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ച് കണ്ണടയ്ക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم برحمتك يا